ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഒരാശയം നമ്മുടെ മനസ്സിനകത്തുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി കിട്ടിയതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അബൂ ത്വാലിബിൻ്റെ മരണ സന്ദർഭത്തിൽ അബൂ ത്വാലിബിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അബൂ ത്വാലിബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ, മരിക്കുന്നതിന് മുമ്പ്, കണ്ണടക്കുന്നതിന് മുമ്പ് ഒന്ന് അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് താങ്കളുടെ നാവ് കൊണ്ടൊന്ന് പറയണം. അഹുജ്ജു ബിഹാ, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് ആ പദത്തിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കണം. ഞാൻ അള്ളാഹുവിനോട് തർക്കിക്കുമെന്നാണ്. എൻ്റെ എളാപ്പ മരിച്ചത്, അള്ളാഹുവേ എൻ്റെ എളാപ്പ മരിച്ചത് ജീവിതകാലത്തൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും മരിക്കുമ്പോൾ എൻ്റെ എളാപ്പ അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാണ് മരിച്ചതെന്ന് എളാപ്പാക്ക് വേണ്ടി റബ്ബിനോട് ഞാൻ തർക്കിക്കും. അവസാനമായി താങ്കളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണം എന്നാവശ്യപ്പെടുകയാണ്. പക്ഷേ അബൂ ത്വാലിബ് മരിക്കുന്നത് അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എൻ്റെ ഉപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗമെന്തോ ആ മാർഗത്തിലായി ഞാൻ മരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂ ത്വാലിബ് മരിക്കുന്നത്. അബൂ ത്വാലിബിനാണ് പരലോകത്തെ ഏറ്റവും ലഘുവായ ശിക്ഷയുള്ളത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. കാലിൽ ചെരുപ്പിട്ടാൽ തലച്ചോറ് തിളക്കുന്ന ശിക്ഷയാണ് പരലോകത്തെ ഏറ്റവും ചെറിയ ശിക്ഷ. അതുള്ളത് അബൂ ത്വാലിബിന്. പക്ഷെ അബൂ ത്വാലിബിനും ശിക്ഷയുണ്ട്, നരകാവകാശിയാണ്. ആരാണ് അബൂ ത്വാലിബ് എന്നറിയോ? മക്കയിൽ മുഹമ്മദേ, നീ പറയുന്നതൊക്കെ സത്യമാണ്, പക്ഷെ എനിക്ക് കൂടെ നിൽക്കാൻ കഴിയില്ല. നിന്റെ വിശ്വാസം സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല, നിന്റെ മതത്തെ പ്രഖ്യാപിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഞാൻ മരണപ്പെട്ടിട്ടല്ലാതെ മക്കത്തൊരാൾ നിന്റെ ശരീരത്തെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂലിന് വലിയ കാവൽ കൊടുത്ത അബൂ ത്വാലിബ് മരിക്കാൻ സമയത്താണ് റസൂൽ ചെന്നിട്ട് ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ആ സമയത്ത് നേരത്തെ പറഞ്ഞ അബൂജഹൽ സമീപത്തുണ്ട്. അബൂജഹൽ ചോദിക്കും, ഉപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗം വിട്ട് ഈ പിഴച്ചവൻ്റെ മാർഗം സ്വീകരിക്കുകയാണോ താങ്കൾ എന്ന് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ. അബൂജഹൽ പറയും, ഉപ്പയുടെ മാർഗം വിട്ട് ഈ പിഴച്ചവൻ്റെ മാർഗം സ്വീകരിക്കുകയാണോ? അങ്ങനെയാണ് അവസാനം അദ്ദേഹം അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, എൻ്റെ പിതാവ് അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗത്തിലായി ഞാൻ മരണം വരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഖസസിൽ 28-ാം സൂറത്ത് ഖസസിൽ നമുക്ക് ഓതാൻ കഴിയും, മുഹമ്മദ് നബിയെ താങ്കൾക്ക് ഇഷ്ടമാണ് എന്നതുകൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾക്ക് ഇഷ്ടമാണ് എന്നതുകൊണ്ട് താങ്കൾ ആഗ്രഹിക്കുന്ന ഒരാളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ താങ്കൾക്ക് കഴിയില്ല. വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ, അള്ളാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് നേരിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് അതൊന്ന് ഏറ്റുപറയാനുള്ള അവസരം ലഭിക്കാതെ മരിച്ചുപോയ അബൂ ത്വാലിബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സിനകത്തുള്ള ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന സന്ദേശത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും ശ്രേഷ്ഠതയെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചുമാണ്.